മറ്റേ പ്രാക്ക് വലിച്ചതാണോ? ഏതാ? ഷാരൂഖ് ഖാന്റെ പ്രാക്ക്. എനിക്ക് തോന്നുന്നത് ചിലപ്പോഴേ അന്ന് അതേ എടുത്ത് പൊക്കിയല്ലോ അല്ലേ? എന്തെല്ലാം ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നത് ലോകത്തില് ഷാരൂഖ് ഖാൻ ഒറ്റ ഗായികയെ പൊക്കിയിട്ടുള്ളൂ. അത് റിമി ടോമി മാത്രമാണ്. പിന്നെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ അടുത്ത് ഏത് അത് പിന്നീടല്ലേ LED-യിലേക്ക് നോക്കിയേ. ഓ എന്നാ സംഭവം. ഇത് യഥാർത്ഥ റിമി ഇതുണ്ടല്ലോ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ പടം ഷാരൂഖ് ഖാന്റെ പടം നിൽക്കുമല്ലോ. പിന്നെ ഈ സംഭവം എന്നെ ഇപ്പൊ അറിയത്തില്ലാത്ത ലോകത്തിലെ ഏത് ആൾക്കാരെ കൊണ്ട് ഇദ്ദേഹത്തെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കും. അല്ല, ഇപ്പൊ എന്നെ ഒരാൾക്ക് മലയാളത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ. ഏത് ഭാഷക്കാർക്കും ഷാരൂഖ് ഖാനെ അറിയാം. ഇപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടുത്തണമെങ്കിൽ ഈ ഒറ്റ ഫോട്ടോയോ വീഡിയോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സർപ്രൈസ് ആവും. പക്ഷേ രണ്ടാമത്തെ തവണ റിമി ഒരു നിഗൂഢ ശ്രമം നടത്തി. അങ്ങനെ 3 പ്രാവശ്യം മീറ്റ് ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം ദുബായിൽ, 2 പ്രാവശ്യം ദുബായിൽ. രണ്ടാമത്തെ സ്റ്റേജ് ഫിലിം അവാർഡ് തന്നെയായിരുന്നു. അതെ അതെ. അപ്പൊ അവിടെ ഒരു ശ്രമം നടത്തി പാളിപ്പോയി. അങ്ങനെ എപ്പോഴും ഒരാൾ എടുക്കുവോ? എനിക്കൊന്ന് ആദ്യത്തെ അദ്ദേഹത്തിന് മെമ്മറി വർക്ക് ചെയ്തില്ല. ഇല്ല, ഞാൻ എടുക്കൂന്ന് ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ലല്ലോ. കുറച്ച് ആദ്യം പ്രതീക്ഷിച്ചോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, അതിനെന്താ പ്രൊവോക്കേഷൻ കൊടുത്തു നമ്മള്? ഞാനൊരു എന്ന് പാടുകയും ഞാൻ ഒരു ചോട്ടി സിംഗറാണ്, ഹിന്ദി ഒന്നും അങ്ങനെ തപ്പി പിടിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അത് സൂപ്പർ ആയിരുന്നു. ഇതൊന്നും പ്ലാൻ അല്ലായിരുന്നു. ഇത് എവിടെ പഠിച്ചായിരുന്നു ഹിന്ദി? എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ സത്യത്തിൽ ആ ഹിന്ദി അതിനേക്കാളും നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്ന. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോ ഒന്നും അറിയത്തില്ലാത്തല്ലേ. മനസ്സിലായി. 3ലും 4ലും ഡെറാഡൂണിൽ പഠിച്ചതിന്റെ ഒരു കോൺഫിഡൻസ് എന്റെ കയ്യിലുണ്ടായിരുന്നു. ഹിന്ദിയിലും 10ാം ക്ലാസ്സിൽ എനിക്ക് 49 മാർക്കുണ്ട്. ഷാരൂഖ് ഖാനെ അപ്സെറ്റ് ആക്കുന്ന ഹിന്ദി ആയിരുന്നു അത് അല്ലേ? ഇതൊക്കെ സ്വയം പുകഴ്ത്തി വരുമ്പോ എല്ലാരും അനുഭവം ഓർത്തെടുത്ത് 2 വാചകം ഒന്ന് ഹിന്ദി പറഞ്ഞ് ആൾക്കാരൊന്ന് ഓർത്തെടുക്കട്ടെ. എന്താ അയ്യോ, അത് मैं एक छोटी सिंगर हूँ, मैं केरला से है, मैं आपका बहुत बड़ी फैन हूँ, मैं कुछ कुछ होता है 10 बार देख चुके എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇറങ്ങി പോവായിരുന്നു, തിരിച്ചു കയറി വന്നു. സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ അവിടെ പാടാൻ പോയേക്കുന്നതാണ് അവാർഡ് നൈറ്റില്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തോ ഇതുവരെ ആരോടും തോന്നാത്തൊരു, എന്തെന്നറിയാത്തൊരു ഇഷ്ടം. ആ റിയൽ ഇതിപ്പോ ചിലപ്പോ ദൈവത്തിന്റെ ഒരു ഇതായിരിക്കും. ഞാൻ പറയട്ടെ, അവിടെ വെച്ച് പുള്ളി മൈൻഡ് ചെയ്യാണ്ട് ഇറങ്ങിപ്പോയാൽ അതിനേക്കാളും വലിയൊരു നാണക്കേടില്ല. അത് ജീവിതത്തിൽ എന്നും ഓർക്കും. പക്ഷെ ഞാൻ അതൊന്നും ചിന്തിച്ചില്ല. എന്തോ ഒരു ശക്തി അങ്ങോട്ട് വലിച്ചു അല്ലേ? ശക്തിയിൽ അവിടെ കയറി ചെന്ന് നിന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പൊക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്ന ആ നിമിഷം ഉണ്ടല്ലോ, എന്താ ആലോചിച്ചത്? ഇല്ല, ഞാൻ അതൊന്നും ചിന്തിച്ചില്ല. ഞാൻ ആ പാട്ട് പൂർത്തിയാക്കുക, പാടുക എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ കൈകളിൽ കിടന്ന് പാടിയോ? കൈകളിൽ കിടന്ന് പാടി നിന്നാ തന്നെ നേരെ നമുക്ക് പാടാൻ കറക്റ്റ് ആവില്ല. അപ്പൊ ഇങ്ങനെ എടുത്തൊക്കെ കറക്കുമ്പോ പക്ഷെ ഞാൻ പാട്ട് പൂർത്തിയാക്കി. പക്ഷെ ഇതേ അറ്റംപ്റ്റ് രണ്ടാം തവണ നടത്തി എങ്ങനെ ഫെയിൽ ചെയ്തു? നമ്മളിപ്പോ ഈ വിജയം പരാജയം ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കണമല്ലോ നമ്മള്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അതൊരിക്കലും എടുത്തു പൊക്കുന്നുള്ള പ്രതീക്ഷയിലല്ല. പക്ഷെ അന്ന് പൊക്കിയ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന് ഇതൊക്കെ എത്ര, പക്ഷെ എനിക്കതൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയി പോവില്ല. നമ്മളെ ആദ്യമായിട്ടാണ് ഒരാള് ഒരു നടന്റെ കൈകളിൽ ഇങ്ങനെ കരവലയത്തിൽ. പുള്ളിക്ക് ഇതൊക്കെ എത്ര പേരായിട്ടാണ് മറന്നേ പോയി. പക്ഷെ ആ ഒരു അറ്റാച്ച്മെന്റിന്റെ പുറത്ത് ഞാൻ കുറച്ച് ഓവർ അടുപ്പം കാണിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ദീപിക പദുകോണും അദ്ദേഹവും വെച്ചിട്ട് ഹാപ്പി ന്യൂ ഇയറിന്റെ ഒരു ഇന്റർവ്യൂ ചെയ്തു. ഞാൻ മാത്രമല്ല അദ്ദേഹം പിന്നീട് ഞാൻ അറിഞ്ഞത് ദുബായ് വെച്ചല്ലേ ഇത് സംഭവിച്ചത്? ഇത് ദുബായിലെ ഇന്റർവ്യൂ ചെയ്തത് ദുബായ് വെച്ച് എടുത്തു പോക്കി. അത് കഴിഞ്ഞ് പിന്നീട് അത് നമ്മൾ കോട്ടയ്ക്കൽ കണ്ടായിരുന്നു ആര്യവൈദ്യശാലയിൽ. ഞാൻ ഏറ്റവും കൂടുതൽ എന്തെല്ലാം ആ നടുവുളുക്കി, എന്റെ തടി ഇത്രയും മണ്ണുള്ള ഒരാളെ അങ്ങനെ വല്ല ആവശ്യം എന്ത്. പക്ഷെ അതൊന്നും എനിക്ക് അങ്ങനെ. പക്ഷേ വേറെ പേരുണ്ട് റിമി, ലോകം മുഴുവൻ അത് കണ്ടു. ഷാരൂഖ് ഖാന്റെ ആരാധകർ കോടിക്കണക്കിന്. ഞാൻ മരിക്കോളം എന്റെ പേരിന്റെ ഒരു സംഭവം, ചരിത്ര സംഭവമായിട്ട് ഇത് അവിടെ കിടക്കും. ആ തുണിയൊന്നും പിന്നെ കഴിയില്ലല്ലോ. അല്ല, ഇപ്പോഴും അതേപോലെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ആ വൈറ്റ് ഡ്രസ്. പിന്നെ ഓരോ സൂപ്പർ സ്റ്റാറുകളെയും കാണുമ്പോൾ റിമി ഇങ്ങനെ നിന്ന് ഒരു നോട്ടം നോക്കാറുണ്ട്. വെറുതെ നിൽക്കാവുന്ന എടുത്ത് പൊക്കിക്കൂടാടാ എന്നുള്ള ലൈനില്. അങ്ങനെ ഉണ്ടായിരുന്നു റിമി? അങ്ങനെയൊന്നും ഇല്ല.